ഹായ് ഓൾ. മണിക്കൂറുകളോളമുള്ള ഫോൺ ഉപയോഗവും ലാപ്ടോപ്പിൻ്റെ മുമ്പിലെ ഇരിപ്പും നമ്മുടെ നട്ടെല്ലിൻ്റെയും തോളുകളുടെയും ആരോഗ്യത്തെ സാരമായി ബാധിച്ചതുപോലെ തോന്നുന്നില്ലേ? പോസ്ചറിലൊക്കെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ലേ? ഈ പിക്ചറിൽ കാണുന്ന പോലെയാണോ നമ്മുടെ പോസ്ചർ? അതായത് നമ്മുടെ ശീലം കാരണം ഉണ്ടായ സ്ലൗച്ചിങ് ആണോ അതോ മസിൽ ഇൻബാലൻസ് കൊണ്ടുണ്ടായ റൗണ്ടഡ് ഷോൾഡർ ആണോ? ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നമുക്കൊരു സിമ്പിൾ ടെസ്റ്റ് വഴി മനസ്സിലാക്കാം. ഈ സ്ലൗച്ചിങ് എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു ശീലമാണ്. ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ നിവർന്ന് നിൽക്കാനും സാധിക്കും. നമ്മൾ ഈ ബോധപൂർവ്വം അല്ലാതെ ശരീരം അയച്ചു വിടുന്ന ഒരു രീതി, ഈ ഫോൺ നോക്കുമ്പോഴോ കമ്പ്യൂട്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ശരീരം ഒന്നാകെ കുനിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണിത്. എന്നാൽ റൗണ്ടഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തോളുകൾ സ്ഥിരമായിട്ട് മുന്നോട്ട് വളഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. അത് മസിലുകളുടെ ഇംബാലൻസ് മൂലം സംഭവിക്കുന്നതാണ്. ഇത് സ്വയം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. രണ്ട് കൈയിലും പെൻസിലോ പെന്നോ പിടിച്ചുകൊണ്ട് കൈ താഴ്ത്തിയിടുക. അത് എങ്ങോട്ടാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. ഫസ്റ്റ് പിക്ചർ പോലെയാണെങ്കിൽ നമ്മുടെ പോസ്ചർ കറക്റ്റാണ്. സെക്കൻഡ് പിക്ചർ പോലെ ഇത് ഉള്ളിലേക്കാണ് അതിൻ്റെ ടിപ്പ് പോയിൻ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് റൗണ്ടഡ് ഷോൾഡറിൻ്റെ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് സിമ്പിൾ സ്ട്രെച്ച് മനസ്സിലാക്കാം. ഫസ്റ്റ് സ്ട്രെച്ചാണ് വോൾ സ്ട്രെച്ച്. ഇത് നമ്മുടെ ചെസ്റ്റിലെ മുറുകിയ മസിൽ, അതായത് ചെസ്റ്റ് മസിൽസിന് അയവുള്ളതാക്കുന്നു. ചെയ്യേണ്ട രീതി, ഒരു ഭിത്തിയുടെ അരികിലോ വാതിലിൻ്റെ ഫ്രെയിമിലോ ഒരു കൈമുട്ട് 90 ഡിഗ്രിയിൽ വെക്കുക. ശേഷം ശരീരം പതുക്കെ മുന്നോട്ട് നീക്കുകയോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വശത്തേക്ക് തിരിക്കുകയോ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെസ്റ്റിലൊരു ഒരു സ്ട്രെച്ച് അനുഭവപ്പെടും. ഇതൊരു 30 സെക്കൻഡ് വീതം രണ്ട് വശങ്ങളിലേക്കും ചെയ്യുക. 3 ടൈംസ് ചെയ്യാവുന്നതാണ്. ഇനി ചിൻടെക്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? കഴുത്തിലെ മസിലുകളെ ബലപ്പെടുത്താനും നമ്മൾ ഈ ഫോർവേഡ് ഹെഡ് പോസ്ചർ ഉണ്ടല്ലോ അത് നേരെയാക്കാനായിട്ട് ഇത് സഹായിക്കും. ഇത് ചെയ്യുന്നതിന് വേണ്ടി നേരെ നോക്കി ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുക. കഴുത്ത് താഴോട്ട് കുനിക്കാതെ തല പതുക്കെ പുറകോട്ട് വലിച്ച് ഒരു ഡബിൾ ചിൻ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു 3 സെക്കൻഡ് പിടിച്ചു നിർത്തുക. അതൊരു 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. അടുത്തത് വോൾ ഏഞ്ചൽസ് ആണ്. പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്ന ഒരു എക്സർസൈസാണിത്. പുറകിലെ മസിലുകളെ ബലപ്പെടുത്താനും തോളുകൾ ശരിയായ സ്ഥാനത്ത് എത്തിക്കാനും നല്ലൊരു എക്സർസൈസാണിത്. ഇത് ചെയ്യാൻ വേണ്ടി ഭിത്തി ചാരി നിൽക്കുക. നമ്മുടെ തലയും തോളും ഇടുപ്പും ഭിത്തി മുട്ടിയിരിക്കണം. കൈകളൊരു W ആകൃതിയിൽ ഭിത്തിയിൽ വെക്കുക. ഈ കൈമുട്ടും റിസ്റ്റും ഭിത്തിയിൽ തൊട്ടിരിക്കണം. അതിനുശേഷം പതുക്കെ കൈകൾ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുക. ഭിത്തിയിൽ നമ്മൾ തൊട്ടിരിക്കുന്ന ആ ടച്ച് മാറ്റാൻ പാടില്ല. 10 to 15 ടൈംസ് ചെയ്യുക.